അപ്പോൾ നമ്മളിതാ പുലിമടയിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട്. അദ്ദേഹം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ കാണിച്ചു തരുന്നുണ്ടാവും. ഈ സ്ഥലത്തിൻ്റെ മൂന്നാറിനടുത്ത് മാങ്കുളം വിരിപ്പാറ എന്ന് പറഞ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണിത്. ഇത് മുൻകാലങ്ങളിലെല്ലാം ഇവിടെ പുലികൾ വന്നിട്ട് താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. പുലികളുടെ ഒരു കേന്ദ്രമായിരുന്നത് നമുക്ക് കണ്ടാൽ തന്നെ അത് അറിയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. ഇപ്പോൾ പുലി വളരെ അപൂർവമായിട്ടേ വരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ടൂറിസ്റ്റുകളും ഇപ്പോൾ ഈ സ്ഥലത്ത് വന്ന് പോകാറുണ്ട്. വിദേശികളടക്കം ഇപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ കണ്ടമാനം വിദേശികൾ ഇവിടെ വന്ന് പോകുന്നുണ്ട്. അന്യ സംസ്ഥാനത്തു നിന്നും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കർണാടക, തമിഴ്നാട് സ്ഥിരമായിട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട്. എത്ര ചാർജ് ഇതിന് വരുന്നത്? ഇവിടേക്ക് ചാർജ് ഈടാക്കുന്നത് 50 രൂപയുടെ 50 രൂപയാണ് ഇങ്ങോട്ടുള്ള എൻട്രി ഫീസ് വരുന്നത്. 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അല്ലാതെ ഇത് ഒന്നും ഇവരായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. എല്ലാം എക്കോ ടൂറിസമാണ്. നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ള എല്ലാം ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം പുലിമടയുടെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ പാറകൾ കാണുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഗുഹ ഉള്ളത് കേട്ടോ. ഒരുപാട് പാറകളുണ്ട്. ഇതിൻ്റെ താഴത്താണ്, ഈ പാറകൾ കൂടി നിൽക്കുന്നതിൻ്റെ താഴത്താണ് ഈ ഒരു ഗുഹ ഉള്ളത്. ഇറങ്ങി പോവാണ്ട് നല്ല കൂളാനകത്ത്, ഉള്ളിലെ ഫുള്ള് കൂളാണ്. നമ്മളെ പുലിമുരുകലിനൊക്കെ കാണുന്നല്ല, പുലി ഇറങ്ങിയ സ്ഥലം അതേപോലെ നല്ല ഇതായിട്ടുണ്ട്. പക്ഷെ കുറച്ച് റിസ്ക് എടുത്തോണം പോവാൻ. പക്ഷെ ഇത്രയും സ്ഥലം ദൂരം വരുമ്പോഴേ ഇത് കണ്ടെങ്കിൽ അത് മോലാവുള്ളൂ. ഇവിടെ ഫീ ഉണ്ട് 50 രൂപ. എന്നാൽ കൂടി സംഭവം ആദ്യം ഇതൊന്നും ഇല്ലാതിരുത്തി. പക്ഷെ വന്നപ്പോൾ നല്ലൊരു പോകുന്ന വഴികളൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. വഴികൾ വന്നിറങ്ങിയ വള്ളിക്കുടില്, അതുപോലെ മുള, ഇതൊക്കെ നല്ല നാച്ചുറൽ. പിന്നെ ഗുഹയുടെ ഉള്ളിൽ എത്തനാട്ടി മുന്നേ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇറങ്ങി കഴിഞ്ഞാലാണ് ഒന്നും കൂടെ നല്ലതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ സെൻറ്ററിൽ നോക്കുമ്പോൾ ഇവിടെ മുകളിലേക്ക് ഇതാ ഇങ്ങനെ കാണാം കേട്ടോ. ഇവിടെ വലിയ പാറകളാണ്. ആ പാറകളുടെ ഇടയിൽ കൂടെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മളുടെ ഒരു സംഭവം ഇങ്ങനെ വളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പിടിച്ചിട്ട് ആണ് ആളുകൾ അങ്ങോട്ടൊക്കെ കയറുന്നത്. കുറച്ച് റിസ്ക് ആണ് ഇവിടെ കയറാൻ. ഓക്കെ, നമ്മളെന്തായാലും കയറി. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ പുലിമട എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ പാറകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ വന്നിട്ടുള്ള വഴി. ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ഭാഗത്താണ് പുലിമട വരുന്നത്. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. വലിയൊരു പാറ കാണാം കേട്ടോ. ഈ വലിയൊരു പാറയുടെ താഴെ കൂടെയാണ് നമ്മൾ ലാസ്റ്റ് എത്തേണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങാൻ കുറേ പാറകളുടെ മുകളിലൊക്കെ ചവിട്ടി ഇറങ്ങിയിട്ടാണ് എത്തണം. സ്ലിപ്പാവാതെ ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ നോക്കുമ്പോൾ എന്താ താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു പാറ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വിണ്ട് നിൽക്കുന്നത് കാണാം. അതിൻ്റെ താഴേക്ക് നേരെ നോക്കിക്കഴിഞ്ഞാലാണ് പുലിമടയുടെ അടുത്തേക്ക് എത്തുക കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് പുലിമട ഉള്ളത്. നമ്മളിപ്പോൾ ഇതിലൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയാലാണ് പുലിമടയിലേക്ക് എത്തുന്നുണ്ടാവുക. അപ്പോൾ ഇതിലൂടെ നമ്മളിങ്ങനെ ഇറങ്ങി എത്തിക്കഴിഞ്ഞാൽ ഇവിടെയാണ് പുലിമട ഉള്ളത്. 2 സ്റ്റെപ്പും കൂടെ ഇറങ്ങാനുണ്ട്. അപ്പോൾ നമ്മുടെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് പഴയൊരു പുലിമടയാണ്. അതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോ ഒക്കെ എടുക്കാം. നമ്മളെങ്ങനെ ഇത് പുലിമട എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലായി? അത് ഫോറസ്റ്റുകാരൊക്കെ കണ്ടുപിടിച്ചിട്ട് കുറെ വർഷമായി. പിന്നെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഭാഗത്തുണ്ടെന്ന് വെച്ചാൽ ഈ മൂന്നാറിന്റെ ഇങ്ങേ സൈഡിലാക്കിയിട്ട് പുലികളൊന്നും വരില്ല, ഇങ്ങോട്ട് വരുന്നൊന്നുമില്ല. ഇവിടെ ഭക്ഷണമൊന്നും ഇല്ലാത്തതാണ് ഇപ്പൊ ഇറങ്ങി വരുന്നില്ല. ഇതാ പുലിമടയിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട്. അദ്ദേഹം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ കാണിച്ചു തരുന്നുണ്ടാവും. അത്യാവശ്യം ഇരുട്ടുണ്ട് അവിടെ. എന്നാൽ കൂടി നമുക്ക് ഉള്ളിൽ പോയിട്ട് എങ്ങനെ കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയാം കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെ സ്ലിപ്പാവാതെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇല്ലില്ല, അങ്ങനെ വരുന്നൊന്നുമില്ല. എവിടെയാണ് ഭക്ഷണം ഉണ്ടെങ്കിൽ വരുമല്ലോ. ഇവിടെയാണ് അല്ലേ? അതാണ് ഗുഹ. ഇതാണ് ഗുഹ. ഓക്കെ ഓക്കെ. ചെറുതായിട്ട് കയറി ഫ്രണ്ട് മാത്രം കയറിയിട്ടേ കയറാൻ. അപ്പോൾ ഇതാണ് പുലിമട എന്ന് പറയുന്നത് കേട്ടോ. അവിടെ അതിൻ്റെ ഉള്ളിൽ ഇനി ഉണ്ടല്ലേ? ചെറുതായിട്ട് പതുക്കട്ടാ തെറ്റിലുണ്ടേ. ഇതാണ്
പുലിമട കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കുറച്ചും കൂടി ഉണ്ട്. ഏകദേശം നമ്മൾ കണ്ടുപിടിച്ചിട്ട് എത്ര ആയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു മട ഉള്ളത്? നമ്മൾ 2018 മുതൽ നമുക്കറിയാം അല്ലേ? ശരി. അന്ന് മുതൽ ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് പുലിയൊക്കെ താമസിക്കുന്നത് അറിയാൻ വേണ്ടി. അതെ അതെ. നമുക്ക് ശരിക്കും നോക്കിയാൽ കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ഇരുട്ടാണ്. പക്ഷേ നമ്മളിത് അങ്ങനെ നേരെ ഇവിടെ ഒരുപാട് പാറകളുടെ ഒരു കൂട്ടത്തിൻ്റെ ഇടയിലാണ് ഈ ഒരു ഗുഹകൾ കേട്ടോ. മുകളിലേക്ക് നോക്കുമ്പോൾ അതാ ഇങ്ങനെയാണ്. ഇപ്പോൾ ഏകദേശം സമയം 4 മണിയൊക്കെയാണ്. എന്നാൽ കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഫുള്ളായിട്ട് ഇരുട്ടാണുള്ളത്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇവിടെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.